ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുമായിട്ട് കിച്ചണിൽ കയറിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വീക്കെൻഡ്, അതായത് സൺഡേയിൽ വാട്ട് ഐ ഈറ്റ് ഡേ ആണ്. പക്ഷേ ഇപ്പോൾ സാറയ്ക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈമാണ്. സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഔട്ടിങ്ങും അതുപോലെ തന്നെ വീക്കെൻഡ് ഔട്ടിങ്ങും പുറത്ത് പോയിട്ടുള്ള പർച്ചേസ്, ഫുഡ് കഴിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേയ്സിലാണ്. അപ്പോൾ സൺഡേ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ഡേ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ഒരു വീട്ടിൽ തന്നെ ഉള്ള ഒരു വാട്ട് ഐ ഈറ്റ് ഡേ ആണ്. അപ്പോൾ കുക്കിങ്, ചെറിയ രീതിയിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ രീതിയിലുള്ള കുക്കിങ്ങൊന്നും ഇല്ല. അപ്പോൾ സാറ്റർഡേയിലൊക്കെ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള കുക്കിങ്ങൊക്കെ ആയിരുന്നു, ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ കഴിഞ്ഞ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഡേയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി ഞാൻ റെഡിയാക്കുന്നത് ബീഫ് റോസ്റ്റാണ്. അപ്പോൾ ബീഫ് റോസ്റ്റും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇടിയപ്പവും പിന്നെ ചായയും, അതാണ് നമ്മുടെ സൺഡേ വീക്കെൻഡ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൺഡേ എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് നമ്മൾ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ചേർന്നിട്ട് ഒരു ബ്രഞ്ച് എന്നുള്ള രീതിയിലാണ് ഇത് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഈ ലഞ്ചിൽ, ഈ ഒരു ഡേയിൽ ലഞ്ചും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ കഴിക്കുന്നുണ്ട്. അപ്പം ഇക്കയൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ചോറും കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കിച്ചൺ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കിച്ചൺ വിശേഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബീഫിലേക്ക് കുറച്ച് നമ്മുടെ ഒരു ചില്ലി ചിക്കൻ മോഡലിലുള്ള ഒരു ബീഫ് റോസ്റ്റാണ് വെക്കുന്നത്. അപ്പോൾ സവോളയും തക്കാളിയും, ഒരുപാട് മുളക് പൊടി, ഒരുപാട് സ്പൈസസ് ഒന്നും ചേർക്കാതെ പെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ചേർത്തിരിക്കുന്നത് ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ പെപ്പർ പൗഡറുമാണ്. പിന്നെ കുറച്ച് കൂടുതൽ സവോളയും തക്കാളി, നല്ല സവോളയൊക്കെ നന്നായിട്ട് വെന്തലിഞ്ഞിട്ട് തക്കാളിയും അതുപോലെ തന്നെ വെന്തലിഞ്ഞ് കുറച്ച് കൂടുതൽ ഗ്രീൻ ചില്ലിയൊക്കെ ചേർക്കുന്നുണ്ട്. പെപ്പർ പൗഡറും കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു റെഡ് കളർ, ആ ഒരു ഓറഞ്ച് കളറ് ബീഫ് റോസ്റ്റിൽ കാണാത്തത്. എന്നാൽ സ്പൈസി ആണോ ചോദിച്ചാൽ സ്പൈസിയാണ്. എന്നാൽ ഒരു സവോളയുടെയും ഒരു ടൊമാറ്റോയുടെയും ഒക്കെ ഒരു മൈൽഡായിട്ടുള്ള ഒരു സ്വീറ്റ്നെസ്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ല, വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ബീഫ് റോസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചണിലെ കിച്ചൺ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ടേബിളിലേക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂട് ഇടിയപ്പവും അതുപോലെ തന്നെ ചൂട് ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ചായയും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം അല്ല, ഏകദേശം ഒരു 12 മണി അല്ലെങ്കിൽ 11:30 ആയിട്ടുണ്ട്. കാരണം സൺഡേ ആകുമ്പോഴത്തേനും ഓഫീസും സ്കൂളും ഒന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം ഇക്കായും മക്കളുമൊക്കെ കിടക്കും. പിന്നെ അവർ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ടൈം എന്ന് പറയുന്നത് കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരത്തെ കയറി ബീഫ് റോസ്റ്റും കാര്യങ്ങളുമൊക്കെ കുക്ക് ചെയ്തു. അപ്പോൾ ഒരു 11:30, 12 അടുപ്പിച്ചാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയിലുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഇതൊരു ബ്രഞ്ച് പോലെ കഴിക്കുന്ന ഒരു ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ ലഞ്ച്, ചോറും കറി, കുക്കിംഗ് പ്രിപ്പറേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഉച്ച സമയത്ത് കഴിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഉച്ചക്കത്തേന് വേണ്ടിയിട്ടുള്ള വേറെ വലിയ കുക്കിങ്ങും കഴിക്കലും കാര്യങ്ങളും ഒന്നും ഇല്ല. ഒരു കപ്പ് കുറച്ച് കൂടുതൽ ചായ ഇട്ടതുകൊണ്ട് തന്നെ ഒരു വലിയ കപ്പ് ചായ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇടിയപ്പവും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് റോസ്റ്റ് നമ്മൾ റോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ സവോളയും അതിലേക്ക് കുറച്ച് കൂടുതൽ ഗാർലിക്കും കൂടുതൽ ടൊമാറ്റോ ഒക്കെ ചേർത്തിട്ട് നമ്മുടെ ഒരു ചില്ലി ചിക്കൻ മോഡലിലുള്ള ഒരു ബീഫ് ചില്ലി എന്നൊക്കെ പറയാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം
കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ടായിട്ട് ആപ്പിൾ എടുത്തു. ആപ്പിൾ നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല മധുരമായിട്ടുള്ള ആപ്പിൾ. അപ്പോൾ ആ ആപ്പിൾ കഴിച്ചു. അതിനുശേഷം ചോറ് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും ചോറ് ഞാനാണ് കഴിക്കുന്നത്. ഇക്ക ചോറ് കഴിക്കുന്നില്ല, കാരണം ഇക്ക ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ താമസിച്ച് കഴിച്ചുകൊണ്ട് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ കറികളൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ലഞ്ച് കഴിക്കുന്നത്. അപ്പം കുറച്ച് ചൂട് ചോറെടുത്തു. അതിലേക്ക് തക്കാളി സ്റ്റൂവ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തക്കാളി സ്റ്റൂവ്, പിന്നെ പാവയ്ക്ക ഫ്രൈ ചെയ്തത്, പിന്നെ കുറച്ച് മോര് കാച്ചിയത്, പിന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എടുക്കുന്നത് മുട്ട ചിക്കിയതാണ്. അപ്പോൾ ഞാൻ ചിക്കനോ അതുപോലെ തന്നെ ഫിഷോ ബീഫോ ഒന്നും എടുക്കുന്നില്ല. അപ്പം എനിക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ മുട്ട ചിക്കി കഴിക്കാനായിട്ട് ചൂട് ചോറിൻ്റെ കൂടെ മുട്ട ചിക്കിയത് ചേർത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട ചിക്കിയതാണ് എടുക്കുന്നത്. പിന്നെ ഒരു പപ്പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്, ഞാൻ എന്തായാലും ലഞ്ച് സ്കിപ്പ് ചെയ്യുന്നില്ല. കുറച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് തെറ്റിയിട്ടുണ്ട്. അത് സൺഡേ സാറ്റർഡേയ്സിലൊക്കെ അങ്ങനെയാണ്, കാരണം പ്രോപ്പറായിട്ടുള്ള ആ ഒരു ടൈമിലൊന്നും അല്ല ഫുഡ് കഴിക്കൽ. ഫുഡ് കഴിക്കാനായിട്ടൊക്കെ കുറച്ച് ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട ചോറും കറികളും ഒക്കെ ടേബിളിലേക്ക് കൊണ്ടുവച്ചിട്ട് കഴിക്കാൻ പോവാണ്. നല്ല ചൂട് ചോറും അതിലേക്ക് മുട്ട ചിക്കിയതും തക്കാളി സ്റ്റൂവും ഈ മോര് കാച്ചിയത്, ഇങ്ങനെ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടുതലിട്ടിട്ട് നന്നായിട്ട് അത് വഴണ്ടതിന് ശേഷം കാച്ചുന്ന ഒരു സ്പെഷ്യൽ മോര് കാച്ചിയതാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ മോരെന്നൊക്കെ പറയുമ്പോഴത്തേനും കാച്ചിയിട്ട് കുറച്ച് ഡേയ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് തണുത്ത മോരാണെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എളുപ്പമുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം എൻ്റെ ഫ്രണ്ട് അവളുടെ ബർത്ത്ഡേ കേക്ക്, അപ്പോൾ അത് മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കേക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറയ്ക്കും സൈറാക്കും ഒക്കെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പീസ് കേക്ക് അവൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസവും കേക്ക് തന്നു. അത് വേറെ ഒരു ഫ്ലേവറായിരുന്നു. ഇത് നമ്മുടെ ബ്ലൂബെറി ഫ്ലേവറിലുള്ള ഒരു കേക്ക്. അപ്പോൾ ഞാൻ അത് വളരെ ചെറിയൊരു പോർഷൻ ഞാൻ കഴിക്കുകയാണ്. അതിനുശേഷം മക്കൾക്കും കൂടി അവർക്ക് വേണ്ട കേക്ക് പീസ് കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇക്ക എന്തായാലും ലഞ്ചും കാര്യങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ഓറഞ്ച് ജ്യൂസ്, ഒരു 5:30-6 അടുത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് നല്ല തണുത്ത് ഐസ് കട്ടയൊക്കെ നല്ല തണുപ്പിച്ചിട്ട് കുറച്ച് ഓറഞ്ച് ജ്യൂസ് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. പിന്നെ ഞാൻ അധികം ഐസ് ക്യൂബ്സോ തണുപ്പോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് തണുപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ രണ്ടുപേരും ഓരോ ഗ്ലാസ് ഓറഞ്ച് ജ്യൂസാണ് കുടിച്ചത്. പിന്നെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുവാണെങ്കിലും നമ്മളിങ്ങനെ കഴിക്കലും കുടിക്കലും ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നത് കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്രൂട്ട്സ് ഇടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഇതിൻ്റെ ഈ ഫ്രൂട്ട് ജ്യൂസിൻ്റെ കൂടെ തന്നെ നമ്മൾ ആപ്പിളും അതുപോലെ തന്നെ മുസമ്പിയൊക്കെ കഴിച്ചു. ഇടയ്ക്ക് ഈ ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചതുകൊണ്ട് നമുക്ക് ഡിന്നർ ടൈം ആയപ്പോഴത്തേനും കാര്യമായിട്ടുള്ള വിശപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഇക്ക പോയി. സൺഡേ ആണ്, ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇക്ക പോയി. അപ്പോൾ ഞാനും മക്കളും വീട്ടിൽ തന്നെയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും കുറച്ച് നൂഡിൽസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ചൂടാക്കി കഴിച്ചു. പിന്നെ വൈകുന്നേരം ജ്യൂസ് കുടിച്ചു. പിന്നെ ഫ്രൂട്ട്സ്, ആപ്പിൾ, ഓറഞ്ച്, നൂഡിൽസ് അങ്ങനെ എല്ലാം കഴിച്ചു. പിന്നെ രാത്രി ആയപ്പോഴത്തേനും നമ്മൾ വീറ്റ് ബ്രെഡാണ് എടുത്തിരുന്നത്. വീറ്റ് ബ്രെഡ് ഞാൻ കഴിച്ചത് ഇതാണ്, മക്കൾക്കും ഒക്കെ വേറെ ഫുഡാണ്. അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് ഞാൻ വീറ്റ് ബ്രെഡ് എടുത്തു. അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അതൊരു 2 സ്ലൈസാണ് അത് കഴിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ സൺഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ സൺഡേ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളോ ഔട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഡേ ആണ്. അപ്പോൾ